കാസർഗോഡ് ജില്ലയിൽ വൻ മയക്കുമരുന്നുവേട്ട. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 പേർ അറസ്റ്റിലായി. ബോൾക്കട്ടയിലും സീതാങ്കോളിയിലുമായി നടത്തിയ പരിശോധനകളിലാണ് ആകെ 42 ഗ്രാം MDMA-യുമായി പുത്തുകെ സ്വദേശികളായ മുഹമ്മദ് ഹനീഫ, ഷബീർ അലി എന്നിവർ പോലീസിന്റെ വലയിലായത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലയിലുടനീളം പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. Start your journey with confidence. GTech Education. Fatima Arcade, opposite New Bus Stand, Kasaragod. Telephone 7736 100 443 04994 227432. സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയക്കെതിരെ ആഭ്യന്തര വകുപ്പ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി കാസർഗോഡ് ജില്ലയിലും ശക്തമാക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവി BV വിജയഭാരത് റെഡ്ഡിയുടെ കർശന നിർദ്ദേശപ്രകാരമാണ് ജില്ലയിലുടനീളം പോലീസ് പരിശോധന ഊർജിതമാക്കിയത്. ഇതിന്റെ ഭാഗമായി ബദിയടുക്ക കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ഞായറാഴ്ച പുലർച്ചെ വൻ മയക്കുമരുന്ന് വേട്ട നടന്നത്. ബദിയടുക്ക ഇൻസ്പെക്ടർ അനൂപ് കൃഷ്ണന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച പുലർച്ചെ 5:30 ബോൾക്കട്ടയിൽ വെച്ചാണ് 30 ഗ്രാം MDMA-യുമായി പുത്തികെ കട്ടത്തെടുക്ക സ്വദേശി മുഹമ്മദ് ഹനീഫ പിടിയിലാകുന്നത്. ബദിയടുക്ക SI രൂപേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഹനീഫ ഓടിച്ചിരുന്ന ബൈക്ക് തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ മാരക മയക്കുമരുന്ന് കണ്ടെത്തിയത്. SI രൂപേഷിനൊപ്പം ASI സജീവൻ, CPOമാരായ അനീഷ്, വിജിൽ എന്നിവരും ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡ് അംഗങ്ങളായ നിജിൽ കുമാർ, രജീഷ്, അനീഷ്, ഭക്തശെൽവൻ എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മറ്റൊരു സംഭവത്തിൽ സീതാങ്കോളിയിൽ കുമ്പള പോലീസ് നടത്തിയ പരിശോധനയിൽ 12 ഗ്രാം MDMA-യുമായി പുത്തികെ മുഗു സ്വദേശി ഷബീർ അലിയും അറസ്റ്റിലായി. രഹസ്യവിവരത്തെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ 2:45 സീതാങ്കോളിയിലെ ഒരു കെട്ടിടത്തിൽ വെച്ചാണ് കുമ്പള SI അനന്തകൃഷ്ണൻ R മേനോനും സംഘവും ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റിലായ ഷബീർ അലിയും മുഹമ്മദ് ഹനീഫയും പുത്തികെ സ്വദേശികളായതിനാൽ ഇവർ തമ്മിൽ ലഹരി ഇടപാടിൽ പരസ്പര ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ജില്ലയിൽ പരിശോധന ശക്തമായി തുടരുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.